ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആൾക്കെന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റൻസ് എന്ന് തോന്നുന്നു. അവിടെ വന്ന് കളിച്ച് തോറ്റ് എന്താ പറയുക ഓടിയില്ലേ. കാരണം കുറേ കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, നമ്മൾ ഒരുപാട് പ്രതീക്ഷ കൊടുത്ത് ബിഗ് ബോസ് സീസൺ 6 ഇവർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവർ വൈൽഡ് കാർഡ് എൻട്രി വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റി മറിക്കും, ഇവർ ഗെയിം തന്നെ മാറ്റി മറിക്കും എന്ന് പറഞ്ഞ് വന്നിട്ട് അവിടെ ഒന്നും ചെയ്യാതെ ഒരു മുക്കിലും മൂലയിൽ കുശുമ്പും കുന്നായ്മ മാത്രം പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ആ ഒരു കോംബോയെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ള 2-3 കണ്ടസ്റ്റൻസ്, അതായത് ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച് പ്രേക്ഷകരെ പറ്റിച്ച കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ട്. ഇവരാണ് ഇപ്പോൾ ഈ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 6 വന്നിട്ടുള്ള ആൾക്കാർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അനുമോളെ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്ത് വിന്നർ ആക്കും എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ സിജോ പുതിയ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇപ്പൊ സീക്രട്ട് ഏജന്റിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, സീക്രട്ട് ഏജന്റ് അനുമോൾക്ക് മുമ്പേ തന്നെ ഒരു എതിർപ്പായിട്ടാണ്. ഇവരെല്ലാവരും അനുമോൾക്ക് എതിരാണ്. ഇവര് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ജാസ്മിൻ ഗബ്രി തമ്മിലൊരു കോംബോ, അത് പൊതുജനത്തിന് ഒട്ടും ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഒരു കോംബോ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവരുടെ കണ്ണിൽ വളരെ നല്ല കോംബോ ആയിട്ടാണ് ഇവര് ചിത്രീകരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് ജിസേൽ അതുപോലെ ആര്യൻ, ഇവരുടെ കോംബോയും വളരെ നല്ല കോംബോ ആണ്. ഇവരാണ് നല്ല ഗെയിമേഴ്സ് എന്ന രീതിയിലാണ് ഇവരെപ്പോഴും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും നമ്മൾ സമൂഹത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് എന്നിട്ട് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവരെ ഒന്നിനെ സദാചാര അമ്മാവനെ സദാചാര അമ്മായി അങ്ങനെ രീതിയിലോട്ട് മാറ്റുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം, ഇവരൊക്കെ എല്ലാവർക്കും നല്ലപോലെ ഒരു ചാൻസ് കിട്ടിയതാണ്. ബിഗ് ബോസ് സീസൺ 6 പോയിട്ട് നല്ലപോലെ പെർഫോം ചെയ്യാനായിട്ട് ഒരു ചാൻസ് കിട്ടിയത്. അപ്പോൾ സിജോയുടെ കാര്യത്തിൽ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലൊന്നും ഞാൻ കാണാറില്ല എങ്കിലും ബിഗ് ബോസ് സീസണിൽ വന്നതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തിനെ കൂടുതൽ ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ ഗെയിമൊക്കെ തുടക്കത്തിൽ നല്ല രസമായിട്ട് പോയതാണ്. പിന്നെ പിന്നെ മാറി, അതൊരു നന്ദന വന്നതിന് ശേഷം അതുപോലെ സായി വന്നതിന് ശേഷം ആ ഒരു കോംബോ, അതൊരു സിസ്റ്റർ ബ്രദേഴ്സ് ഒരു കോംബോ പിടിച്ചൊക്കെ കളിക്കാൻ തുടങ്ങിയോടുകൂടി പാളിപ്പോയി. കാരണം നമ്മൾ അതിനൊന്നല്ല അതിനകത്തോട്ട് പോകുന്നത്. കോംബോ ഒക്കെ നല്ലതാണ്, പക്ഷെ അതിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു അവരത്. അതന്നെ പ്രേക്ഷകർ പെട്ടെന്ന് വെറുത്തു പോയതും ഈ സിജോയ്ക്ക് കിട്ടിയ ഇടി പോലും പിന്നീട് ആൾക്കാർ അവനത് കിട്ടേണ്ടതായിരുന്നു എന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങിയതും. റോക്കി അത്ര നല്ല ഒരു കണ്ടസ്റ്റന്റ് കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ റോക്കിൽ നിന്ന് ഇടിമേടിച്ച് സിജോയെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ പകരം കുറെ കഴിഞ്ഞപ്പോൾ അത് അവന് കിട്ടേണ്ടതായിരുന്നു എന്ന രീതിയിലോട്ട് മാറിപ്പോയതിന് പ്രധാന കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ബിഗ് ബോസ് ഹൗസിനകത്ത് എടുത്ത് അവരുടെ ഒരു സ്ട്രാറ്റജി ഭയങ്കര ഫ്ലോപ്പായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നന്ദനയുമായിട്ടുള്ള ഒരു ബ്രദർ സിസ്റ്റർ കോംബോ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്കൊന്നും കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരു തരത്തിലുള്ള സ്ട്രാറ്റജി ആയിപ്പോയി. അതാണ് അവരുടെ ഏറ്റവും ഫെയിലിയർ. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ പറയണം ഇപ്പോൾ അനുമോളുടെ ഗെയിം മോശമാണ്, അല്ലെങ്കിൽ അനുമോൾക്ക് ഒരുപാട് അവരുടെ പോരായ്മകളുണ്ട്. പക്ഷെ അനുമോളെ എപ്പോൾ നോക്കിയാലും അവർ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. ഒരു ഗ്രൂപ്പിസത്തിൽ നിന്ന് വരുന്നില്ല. പിന്നെ അനുമോളോട് സംസാരിക്കാൻ ഒരുപാട് ആൾക്കാർ വരുന്നു, അവരോട് സംസാരിക്കുന്നു. അനുമോൾക്ക് തീരെ അവരുടെ ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ പറയുന്ന എവിടെയെങ്കിലും ഡൗട്ട് അടിച്ചാൽ ഉടനെ അനുമോൾ അത് വിട്ടുകളയുന്നു. അനുമോളാണ് ഇവരെല്ലാവരെയും അകറ്റി നിർത്തുന്നത്. അവർ വിജയിക്കാൻ വേണ്ടി തന്നെയല്ലേ അതിനകത്തോട്ട് പോകുന്നത്. അപ്പൊ അനുമോൾക്ക് തോന്നാണ് ഈ ഒരു സ്ട്രാറ്റജി ശരിയല്ല. ഇവര് ഇങ്ങനെ ഒരു കോംബോ പിടിച്ച് ഞാൻ കളിച്ചു കഴിഞ്ഞാൽ എൻ്റെ കളി മുന്നോട്ട് പോവില്ല. പിന്നെ ശൈത്യയൊക്കെ എന്തിനാണ് കോംബോ പിടിച്ച് കളിക്കേണ്ട ആവശ്യം എന്താണ്? ശൈത്യ എന്ന് പറയുന്ന വ്യക്തി അനുമോളുടെ കൂടെ നിന്നു എന്നുള്ളത് സത്യമാണ്. അതിനനുസരിച്ച് അനുമോൾ നിന്നു. പിന്നീട് ഒരു സാഹചര്യത്തിൽ അനുമോൾക്ക് തോന്നി ശൈത്യ ചെയ്യുന്നത് ശരിയല്ല, എന്തോ ഒരു പിന്നിൽ നിന്ന് കുത്തുന്ന രീതിയിലുള്ള ഒരു ഇത് അവരുള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് തോന്നി. പിന്നെ അത് കൂടുതൽ ശക്തമായിട്ട് മസ്താനും കൂടെ വന്ന് പറഞ്ഞപ്പോൾ അത് ശക്തമായി. പിന്നീട് ശൈത്യ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് തൻ്റെ ഫ്രണ്ട്ഷിപ്പിലോട്ട് വരേണ്ടതെന്ന് അനുമോള് ആഗ്രഹിച്ചു. അത് അനുമോളുടെ സ്ട്രാറ്റജി. ശൈത്യയുടെ കളി മാറ്റി കളിച്ചു. ഇനി എനിക്ക് അനുമോൾ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഇല്ല എന്നുകൊണ്ട് ശൈത്യ മാറ്റി കളിച്ചു. ശൈത്യ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കലല്ലോ ചെയ്തത്. അപ്പൊ ശൈത്യയുടെ സ്ട്രാറ്റജി അങ്ങനെ എടുത്താൽ പോരെ. അതിന് അനുമോള് വളരെ മോശം കണ്ടസ്റ്റന്റ് ആണ് എന്ന രീതിയിലൊക്കെ ഇവർ പറഞ്ഞുണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരൊക്കെ അതിനകത്ത് പോയുള്ള ആൾക്കാരല്ലേ. പിന്നെ ബിഗ് ബോസ് ഒരാൾ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇയാൾ ജയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് അങ്ങനെ ഒരു സ്ട്രാറ്റജി ഒക്കെ എടുക്കുമെന്ന് എനിക്കറിയാം. ഇത് ബിഗ് ബോസിൽ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് ഇങ്ങനെ പറയുന്നത്. അവരുടെ സീസണിനെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇതങ്ങനെയല്ല, വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു. പക്ഷേ സീസൺ 5 ആയാലും സീസൺ 7 ആയാലും ഇങ്ങനെയാണ്. ആ ഒരു രീതി തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ അനുമോളെ കുറ്റം പറയാം, വിമർശിക്കാം, ഒക്കെ ശരിയാണ്. പക്ഷെ അനുമോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണെന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ അടിച്ചിറക്കുന്നത്. അത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അപ്പാനെ കുറിച്ചിട്ടും അക്ബറിനെ കുറിച്ചൊക്കെ എന്തൊക്കെ നമുക്ക് പറഞ്ഞുണ്ടാക്കാം. ഇപ്പൊ ജിസേലിന്റെയും അതുപോലെ ആര്യന്റെയും ഈ ഒരു ഇൻസിഡന്റ്, അവർ പുതപ്പിന് ഉള്ളിൽ കിടന്ന് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇവരൊക്കെ അവരെ വിമർശിക്കാതെ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്തോട്ടെ.
ആയിക്കോട്ടെ, ഇവരെല്ലാവരും ന്യൂജൻ ആൾക്കാരാണെന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞുണ്ടാക്കുന്നത്. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷെ അനുമോൾ എന്ന് പറഞ്ഞാൽ അത് അവരുടെ സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി കണ്ട് അവർ മുന്നേറട്ടെ. പക്ഷെ ആ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ പറയുന്നു അത് ബിഗ് ബോസ് അവർക്ക് ഭയങ്കര സപ്പോർട്ട് കൊടുക്കും, അവരെന്നെയായിരിക്കും ലാസ്റ്റ് വിന്നറാവുക എന്ന് പറഞ്ഞാൽ എന്താ കാര്യം അതിൽ? അനുമോള തുടക്കം മറ്റുള്ള 20 കണ്ടസ്റ്റൻസിനെ പോലെ തന്നെ വന്നു. വെറുതെ ഒരു മരത്തിന്റെ കീഴിൽ വന്നിരുന്ന് ഇപ്പൊ ഞാൻ പറയട്ടെ, അർജുൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസൺ 6 അർജുൻ ഉണ്ടായിരുന്നു. അർജുൻ എന്ത് കളിയാണ് കളിച്ചിട്ടുള്ളത്? ഗെയിമിലൊക്കെ നന്നായി കളിച്ചു, എവിടെയെങ്കിലും ഒരു അഭിപ്രായം തുറന്നു പറയും മറ്റൊന്നും ചെയ്തിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി. നിഷീജ് ഉണ്ടായിരുന്നു, അഖിൽമാരുടെ ഒരു നിഴലായി നടന്നു, പക്ഷെ അത് ഫൈനലിൽ 5 വരെയൊക്കെ എത്തിയില്ല. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെ സ്ട്രാറ്റജിയാണത്. അനുമോൾ വെറുതെ ഇരിക്കുന്നില്ല, പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കുന്നു. എല്ലായിടത്തും അവർക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അവർ തുറന്നു പറയുന്നു, ഇന്നത് ശരിയല്ല ഇന്നത് ശരിയാണെന്ന് പറയുന്നു. നന്മമാരം കളിക്കാനായിട്ടില്ല. പിന്നെ അനുമോളുടെ ഒരു ഗെയിമിൽ എനിക്ക് മോശമായിട്ട് തോന്നിയുള്ള ഒരു കാര്യം, പാവയെ ഒരുപാട് കെട്ടിപ്പിടിച്ചുകൊണ്ട് നടന്ന് അത് എനിക്ക് വലിയ താല്പര്യമായിട്ട് തോന്നിയില്ല. അത് രജത് കുമാർ കൊണ്ട് നടന്നു എന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യം തന്നെ അയാളുടെ ഒരു സ്ട്രാറ്റജി ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ആയിരുന്നു. ആ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി പിന്നീടുള്ള സീസണുകൾ ആരും അനുവദിച്ച് കൊടുത്തിട്ടില്ല. കാരണം അത് ഫസ്റ്റ് ഒരു 2ാമത്തെ സീസൺ ആയിരുന്നു. അപ്പോൾ ഇത് ആർക്കും അറിയില്ല. പിന്നീട് മനസ്സിലായി അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രേക്ഷകർ അയാളെ സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലായി, മറ്റുള്ള കണ്ടസ്റ്റൻസ് അതിനെ അനുവദിക്കാറില്ല. അപ്പം അനുമോൾ അങ്ങനെ ഒരു പാവേനും കെട്ടിപ്പിടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഉടനെ അടുത്ത ആൾ ആതിരയിലും നൂറയിലും എല്ലാവരും അടുത്ത് പോയി സംസാരിക്കുന്ന പറ്റി. അപ്പം എന്ന് വെച്ചാൽ ആ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോൾ അതിന് സ്ട്രാറ്റജി എടുക്കുമ്പോൾ അവരില്ലാതാക്കാൻ ശ്രമിക്കും. അങ്ങനെയല്ലേ ഗെയിം മുന്നോട്ട് പോകേണ്ടത്. അതൊരിക്കലും ഒരു കാര്യത്തിൽ അനുമോളുടെ ആ ഒരു ഗെയിം എനിക്ക് അത് സ്ട്രാറ്റജി ആണെങ്കിൽ പോലും ഒരുപാട് കാണുമ്പോൾ ഒരു പാവയും പിടിച്ചുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് അത്ര വലിയ നല്ലൊരു കളിയാണ് എനിക്ക് അത് തോന്നിയിട്ടില്ല. പിന്നെ ഓരോ ഫ്രണ്ടിനെ അവരുടെ അടുത്തു നിന്നും അകറ്റുന്നു എന്നാണ്, അത് സ്ട്രാറ്റജിയാണ്. കാരണം അവർക്ക് ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്നും അവർ കുറേ കാര്യങ്ങൾ നേടിയെടുത്തു എന്നൊന്നുമില്ല. അത് നിൽക്കുമ്പോൾ എല്ലാവരും സപ്പോർട്ടിന് വേണ്ടി തന്നെയാണ് ഗ്രൂപ്പ് കളിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ അക്ബർ എന്തുകൊണ്ടാണ് അപ്പാനിയെ കൂട്ടുപിടിച്ച് നിൽക്കുന്നത്, അല്ലെങ്കിൽ റെനയെ കൂട്ടുപിടിച്ച് ബിന്നിയെ കൂട്ടുപിടിച്ച് നിൽക്കുന്നത്? അവർക്ക് സപ്പോർട്ട് വേണം. അതുപോലെ അനുമോൾക്ക് സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട് അപ്പൊ അപ്പാനി അക്ബറിനെ കുത്തുന്നുള്ളത് അക്ബറിന് ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് അവർക്ക് തുടർന്ന് പോകുന്നു. അനുമോൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അനുമോളുടെ അഭിപ്രായമായിട്ട് ശൈത്യക്ക് യാതൊരു തരത്തിലുള്ള യോജിപ്പുണ്ടായില്ല. ഇവിടെ പറയുന്നു അവിടെ പറയുന്നു, അവരെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ അനുമോളോട് പറയുന്നു. അപ്പൊ അനുമോൾക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ എൻ്റെ ഫ്രണ്ടാണ്, അത് അവരെ ഫ്രണ്ടാണെന്ന് തോന്നിക്കാണും. അപ്പൊ അവരെ ഉപേക്ഷിച്ചു. അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള പ്രവീണിന്റെ കാര്യം പറയുന്നുണ്ട്. പ്രവീൺ അനുമോളുടെ കൂടെ നിൽക്കുന്നു, അല്ലെങ്കിൽ നെവിൻ പ്ലേറ്റ് മാറ്റിപ്പോൾ അനുമോളുടെ കൂടെ തന്നെ നിൽക്കുന്നു. അത് അവരുടെ സ്ട്രാറ്റജി. അവരിപ്പോൾ മസ്താനി വന്ന് പറയുന്നത് അനുമോളക്കാണ് കൂടുതൽ പ്രേക്ഷക പിന്തുണ എന്ന് കണ്ടപ്പോൾ അവർക്ക് തോന്നി കാണും അവർക്ക് കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള ഒരാളുടെ കൂടെ നിൽക്കാൻ അവർക്ക് തോന്നി. അത് അവരുടെ സ്ട്രാറ്റജി. അതിന് അവർ പ്ലേറ്റ് മാറ്റി അവർ കളിക്കാൻ തന്നെ അതിന് അകത്തോട്ട് വന്നിട്ടത്. ഇതിപ്പോൾ അപ്പാനിക്കായാലും അക്ബറിനായാലും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അപ്പാനെ അക്ബർ മാറാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അനുമോളുടെ അടുത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പ്രേക്ഷകർ ഇത്രയും കൂടെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ, അതായത് അനുമോളെ ദേഷ്യമുള്ള കുറച്ച് ആൾക്കാരായിരിക്കും ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രേക്ഷക പിന്തുണ കൂടെ നഷ്ടപ്പെട്ട അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒറ്റ കാരണം കൂടെ പിടിച്ചത്. പക്ഷെ ഈ ബുള്ളിങ് ഒക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അനുമോളുടെ അടുത്ത് നിന്നുള്ള ബുള്ളിങ് വളരെ വളരെ കുറഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്തെന്ന് പ്ലാൻ തന്നെ മാറ്റി ഇവരിപ്പോൾ വൈൽഡ് കാർഡിനെ എതിരായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അനുമോളെ വിട്ട് കളഞ്ഞിരിക്കുന്നത്. കാരണം അനുമോൾക്ക് ഒരു പുല്ല് വിലയാണെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ അനുമോളെ വിട്ടിട്ട് വൈൽഡ് കാർഡിന്റെ പുറകെ ഇപ്പോൾ മസ്താനിയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. മസ്താനിയാണെങ്കിൽ എവിടെ എങ്ങനെ കളിക്കണം എന്നറിയാത്ത രീതിയിലാണ് മസ്താനി മുന്നോട്ട്. മസ്താനിക്ക് ഇപ്പോൾ ഒരു എയിമുള്ളൂ, അപ്പാനിയിൽ നിന്നും ഒരു അടി ഏറ്റ് വാങ്ങിയിട്ട് അത് ഒരു ഫിസിക്കൽ അസോൾട്ടാന്ന് പറഞ്ഞിട്ട് അപ്പാനിയെ പുറന്തള്ളുക. അതാണ് ഇപ്പോൾ മസ്താനിയുടെ ഒരു ഗെയിമായിട്ട് മസ്താനി പറഞ്ഞത്. എനിക്ക് അത് നല്ലൊരു ഗെയിമായിട്ട് സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു തർക്കം വരുമ്പോൾ അടി വന്നാൽ അടിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് വേണ്ടി പുറകെ നടന്ന ഒരാളെ അടി മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബിഗ് ബോസ് അതൊരു ശിക്ഷാ നടപടി കൊടുക്കാതെ മാപ്പാക്കി വിടുകയാണെങ്കിൽ ആ മസ്താനിക്ക് അടി മാത്രം ബാക്കി കാണുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അനുമോളുടെ ഗെയിമിന് വിമർശിക്കാനും മാത്രം ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റൻസ് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ പോകുമ്പോൾ അവർ നന്നായി കളിക്കണമായിരുന്നു. ഇത് യാതൊന്നും കളിക്കാതെ വെറുതെ അതിനകത്ത് നന്മമരം ചമഞ്ഞ് ഇരുന്ന വ്യക്തികളാണ് പിന്നീട് വന്നിട്ട് അനുമോൾക്കെതിരെ വീഡിയോകൾ ചെയ്യുന്നത്. ഒന്നിനെയും മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ബിഗ് ബോസ് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ വീഡിയോകൾ പിടിച്ച് പ്രചരിപ്പിക്കാതിരിക്കുക. കാരണം നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷ നൽകിയിട്ട് 2 വ്യക്തികളാണ് ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ 6 ഞാൻ നേരത്തെ പറഞ്ഞ 2 വ്യക്തികൾ. യാതൊരു ഗുണവും ഉണ്ടായില്ല. അതിൻ്റെ വിമർശനങ്ങൾ ഇപ്പോഴും ഏറ്റുവാങ്ങുന്നുണ്ട്. അതിന് ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ഇപ്പോൾ സക്സസ്സിലോട്ട് അല്ലെങ്കിൽ ഒരു വിജയിക്കാൻ പോകുന്ന ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്ത് ഇവരുടെ ഈ ഒരു ദേഷ്യം ഇതൊക്കെ എടുത്തിട്ട് എന്ത് കാര്യമാണ്? എന്തായാലും പ്രേക്ഷക പിന്തുണ അനുമോൾക്ക് അടിക്കടി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് അനുമോളുടെ ഗെയിമിൽ കുറേയധികം കാര്യങ്ങൾ മുൻപ് ദേഷ്യം തോന്നിയിട്ടുണ്ട്.
പിന്നീട് ഞാൻ അവരുടെ ഒരു സ്ട്രാറ്റജിയാണെന്ന് കണ്ടപ്പോൾ അവർ നല്ല ഗെയിമേഴ്സിനല്ലേ നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യേണ്ടത്. അനുമോളുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ നൂറ ആദ്യം ഒന്നും മിണ്ടിയില്ല, പിന്നീട് ഇപ്പൊ നൂറ എല്ലാത്തിനും പ്രതികരിക്കുന്നു. നൂറയ്ക്ക് അതുപോലെ തന്നെ പ്രേക്ഷക പിന്തുണയുണ്ട്. നൂറ അനുമോളെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്താണോ നിൽക്കുന്നത്? അല്ല, പറയേണ്ട കാര്യം നൂറ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ആദ്യം മുഖത്ത് നോക്കി പറയുന്നുണ്ട്. പക്ഷെ അവർ പുറകിൽ നിന്ന് കുത്തിയില്ല, ആരെ പോലെ ശൈത്യയെ പോലെ പുറകിൽ നിന്ന് കുത്തിയില്ല. ആ പുറകിൽ നിന്ന് കുത്തിയത് കൊണ്ടാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാതെ പോയത്. അപ്പൊ അനുമോളുടെ ഗെയിം ഇങ്ങനെയാണ്, ശൈത്യയുടെ ഗെയിം വേറെ രീതിയിലാണ്. അതുകൊണ്ട് ശൈത്യയുടെ ഗെയിം കുറച്ചും കൂടെ രണ്ട് വള്ളത്തിൽ കാലിട്ട് നിൽക്കുന്ന രീതി ആയതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് അവരെ പിടിക്കാതെ ആയതെന്നാണ് എനിക്ക് പേഴ്സണൽ തോന്നിയത്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അനുമോളെ കുറ്റം പറയാനായിട്ട് ഈ ബിഗ് ബോസ് സീസൺ 6 ഒരു കണ്ടസ്റ്റൻസിനും അധികാരമില്ല, അല്ലെങ്കിൽ അതിനവർ യോഗ്യരല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.